നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ക്ലാസ് 9 ചാപ്റ്റർ 1-ലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് വുഡ് എ സിസ്റ്റം ഓഫ് കോർഡിനേറ്റ്സ് ബി ലൈക്ക് ഇഫ് വി ഡിഡ് നോട്ട് ഹാവ് നെഗറ്റീവ് നമ്പേഴ്സ്? വുഡ് ദിസ് സിസ്റ്റം അലോ us to locate all the points on a 2D plane? അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു 2D പ്ലെയിൻ എന്താണ് 2D പ്ലെയിൻ അറിയാവുന്നതാണ്, XY പ്ലെയിൻ. അപ്പോൾ ഈ 2D പ്ലെയിനിൽ ഈ ഒരു സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമോ? അതായത് 2D പ്ലെയിൻസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു പോയിന്റ് തന്നാൽ അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ, എക്സാക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കാനാണ് 2D പ്ലെയിൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2D പ്ലെയിനിലുള്ള എല്ലാ പോയിന്റിൻ്റെയും പൊസിഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല എങ്കിൽ അത് നമ്മൾക്ക് ഈ ഒരു 2D പ്ലെയിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര ക്വാഡ്രൻ്റ് ഉണ്ട് 2D പ്ലെയിനിൽ? 4 ക്വാഡ്രൻ്റ് ഉണ്ട്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്, അങ്ങനെ 4 ക്വാഡ്രൻ്റ് ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിലെ കോർഡിനേറ്റ്സ് മാത്രമാണ് എന്തെന്ന് 2 കോർഡിനേറ്റ്സും പോസിറ്റീവ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് കോർഡിനേറ്റും അതുപോലെ തന്നെ വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണ് വരുന്നത്. ബട്ട് സെക്കൻഡ് ക്വാഡ്രന്റ് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവുമാണ്. തേർഡിലെത്തുമ്പോൾ രണ്ടും നെഗറ്റീവ് കോർഡിനേറ്റ്സ് ആണ്. ആൻഡ് ഫോർത്തിൽ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവുമാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ, 2D പ്ലെയിൻ വർക്ക് ചെയ്യാൻ നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല എങ്കിൽ സാധിക്കുമോ? പറ്റില്ല. കാരണം 3 ക്വാഡ്രന്റും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്? നെഗറ്റീവ് നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല എങ്കിൽ കറക്റ്റായിട്ട് നമ്മൾക്ക് ഇതിലുള്ള പോയിന്റ്സിന്റെ ലൊക്കേഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇതിൽ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ക്വാഡ്രന്റിൽ. ലൊക്കേറ്റ് ഓൾ ദ പോയിന്റ്സ് ഓൺ എ 2D പ്ലെയിൻ. നോ, പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? Without negative numbers we could only use first quadrant. Without negative numbers we could only use first quadrant. So we cannot locate every points. ഇതിലെ എല്ലാ പോയിന്റ്സും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ലൊക്കേറ്റ് ദ കോർഡിനേറ്റ് പ്ലെയിൻ, അതായത് കാർട്ടീഷ്യൻ പ്ലെയിൻ. ഇതിലെ എല്ലാ പോയിന്റ്സും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 6. Are the points M-3 -4, A0 0 and G6, 8 on the same straight line? Suggest a method to check this without plotting and joining the points. 3 points ആണ് ഉള്ളത്. M-3 -4, A0 0, G6, 8. ഈ 3 പോയിന്റ്സും എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ 3 പോയിന്റ്സും സെയിം സ്ട്രേറ്റ് ലൈനിൽ തന്നെയാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് 3 പോയിന്റ്സും ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ ഇതിൽ തന്നെയാണോ, ഈ സെയിം സ്ട്രേറ്റ് ലൈൻ തന്നെയാണോ 3 പോയിന്റ്സും ഉള്ളത് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ പോയിന്റ്സിൻ്റെ 3 പോയിന്റ്സും സെയിം സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ, സ്ട്രേറ്റ് ലൈനിൽ തന്നെ ആണെങ്കിൽ അതിന് എന്ത് പ്രോപ്പർട്ടി അതിന് ആ 3 പോയിന്റ്സിനെയും പറയുന്ന പേരാണ് കൊലീനിയർ. അതിനെ അറിയപ്പെടുന്നത് കൊലീനിയർ എന്നാണ് അറിയപ്പെടുന്നത്. 3 പോയിന്റ്സും സെയിം സ്ട്രേറ്റ് ലൈൻ തന്നെയാണെങ്കിൽ അതിനെയാണ് കൊലീനിയർ എന്ന് പറയുന്നത്. അപ്പോൾ കൊലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. 3 പോയിന്റ്സിൻ്റെയും കൊലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ് ചെക്ക് ചെയ്യേണ്ടത്.
ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഫോർമുലയെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി, ഈ 3 പോയിന്റ്സിന്റെയും പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, കൊലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസും ഡിസ്റ്റൻസിന്റെ കൂടെ ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ആഡ് ചെയ്താൽ എ ബി പ്ലസ് ബി സി ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? എ സി കിട്ടണം. കാരണം എയുടെയും ബിയുടെയും ലെങ്ത്തിന്റെ കൂടെ ബിയുടെയും സിയുടെയും ലെങ്ത് ആഡ് ചെയ്താൽ ഏത് കിട്ടും? എ സി എന്നുള്ള സൈഡിന്റെ എ സി എന്നുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. അങ്ങനെയെങ്കിൽ അവ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിരിക്കും. ഈ കൊലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യണം? ഇവിടെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യണം. 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. സോ ഇവിടെ എ ബി സി എടുക്കുന്നതിന് പകരം ഇവിടെ എം എ ജി ഉണ്ട്. അപ്പോൾ എം എ ജി, ഇവിടെ എം എ പ്ലസ് എ ജി പ്ലസ് ഇവ ആഡ് ചെയ്താൽ ഏത് കിട്ടും? എം എ പ്ലസ് എ ജി പ്ലസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? എം ജി കിട്ടണം. അങ്ങനെയെങ്കിൽ അത് കൊലീനിയർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ 3 പോയിന്റ്സും കൊലീനിയർ ആയിരിക്കും. കൊലീനിയാരിറ്റി പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. ഇത് വിത്തൗട്ട് പ്ലോട്ടിംഗ് എന്നാ പറയുന്നത്. നമ്മൾക്ക് വരയ്ക്കുകയാണെങ്കിൽ ഒരു ഗ്രാഫ് പേപ്പർ എടുത്ത് 2D പ്ലെയിനിലെ ഗ്രാഫ് പേപ്പർ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അത് കിട്ടും. ബട്ട് ഇവിടെ വരയ്ക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുന്നത്. ഡി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല. എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല? d is equal to square root of x2 minus x1 whole square plus y2 minus y1 whole square. ഫസ്റ്റ് എം എ എന്നുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. എം എ ഇവിടെ x1 x2 y1 x2 y2 and x3 y3 നെയിം കൊടുക്കാം. Then first x2 minus x1 whole square plus y2 minus y1 whole square. So ഇവിടെ x2 ആയിട്ട് വരുന്നത് 0 ആണ്. 0 minus 3 whole square plus 0 minus 4 whole square. That's equal to square root of 3 square plus 4 square equal to square root of 9 plus 16. That is square root of 25 equal to 5 units. എം എ എന്നുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 5 യൂണിറ്റ് വരുന്നത്. നെക്സ്റ്റ് എ ജി എന്നുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ജി ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. എയും ജിയുമാണ് വരുന്നത്. സോ x3 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y3 മൈനസ് y2 ഹോൾ സ്ക്വയർ. So equal to square root of x3 ഇവിടെ വരുന്നത് 6 ആണ്. 6 minus 0 whole square plus 8 minus 0 whole square. That's equal to square root of 6 square plus 8 square equal to square root of 36 plus 64 equal to square root of 100 equal to 10 units.
equal to 10 units. Then third one, mg. Distance equal to square root of x3 minus x1, x3 minus x1 whole square plus y3 minus y1 whole square. ഇവിടെ x3 ജിയുടെ പോയിന്റ് ആണ്, x3, y3 ആൻഡ് x1, y1 എമ്മിന്റെ കോർഡിനേറ്റ്സ് ആണ്. സോ ഇവിടെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. x3 ഇവിടെ വരുന്നത് 6 ആണ്. 6 മൈനസ് -3 ഹോൾ സ്ക്വയർ പ്ലസ് 8 മൈനസ് -4 whole square equal to square root of 6 plus 3, 9 square plus 8 plus 4, 12 square equal to 981 plus 144. That's equal to square root of 5 and 22. That is 50 unit. Three distance കിട്ടി. MA is equal to 5 unit. AG is equal to 10 unit. MA is 5 plus 10 unit is equal to ഏതിന് ഈക്വൽ ആണ്? MG എന്നുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഈക്വൽ ആണ്. ദറ്റ് ഈസ് 50 യൂണിറ്റ്. സോ ഈ 3 പോയിന്റ്സും സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ്. അതായത് ഈ 3 പോയിന്റ്സും കൊലീനിയർ ആണ് എന്ന് പറയാം. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഇപ്പൊ ഒരു പോയിന്റ്സിന്റെ കൊലീനിയർ പ്രോപ്പർട്ടി ഇവിടെ ചെക്ക് ചെയ്യുന്നത്. So next question. Question number 7. Use your method from problem 6 to check if the points are -5 -1, B -2 -5 and C 4 -12 are on the same straight line. Now plot both set of points and check your answers. ഇവിടെ ക്വസ്റ്റ്യനില് പ്രോബ്ലം 6 പറഞ്ഞിട്ടുള്ള അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. എന്താണ് പ്രോബ്ലം 7 എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 3 പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ആ 3 പോയിന്റ്സും സെയിം സ്ട്രേറ്റ് ലൈനിലാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 3 പോയിന്റ്സ് ഏതൊക്കെയാണ്? R -5 -1, B -2 -5 and C 4, C 4 -12. ഈ 3 പോയിന്റ്സും സെയിം സ്ട്രേറ്റ് ലൈനിലാണോ വരുന്നത് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് സെയിം സ്ട്രേറ്റ് ലൈൻ തന്നെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രോബ്ലം 6 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡ് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇപ്പൊ സെയിം സ്ട്രേറ്റ് ലൈനിലാണെങ്കിൽ ആർ, ബി ആൻഡ് സി പോയിന്റ്സ്, ആർ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ ബി ടു സി വരെയുള്ള ഡിസ്റ്റൻസും ഏതിന് ഈക്വൽ ആയിരിക്കും? ഇവ തമ്മിൽ ആഡ് ചെയ്താൽ ഏതിന് ഈക്വൽ ആയിട്ടായിരിക്കും വരിക? ഈക്വൽ ആയിരിക്കും, ആർ ടു സി. ഇപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ട് ആഡ് ചെയ്ത് നോക്കുക. ഈക്വൽ ആണെങ്കിൽ അത് സെയിം സ്ട്രേറ്റ് ലൈനിലായിരിക്കും. അതുകൂടാതെ എന്ത് ചെയ്യണം? ഒരു ഗ്രാഫ് പേപ്പറിൽ ഈ പോയിന്റ്സ് അടയാളപ്പെടുത്തി ഇത് സ്ട്രേറ്റ് ലൈനിലാണോ വരുന്നത് എന്ന് കൂടെ ചെക്ക് ചെയ്യണം. സോ ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? D ഈസ് ഈക്വൽ ടു x2 minus x1 whole square plus y2 minus y1 whole square. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ
ആർ എന്നുള്ള കോർഡിനേറ്റ്സിന് നമ്മൾക്ക് x1 y1 എന്നും ബിക്ക് x2 y2 ആൻഡ് സി x3 y3 ആയിട്ടും എടുക്കാം. ദെൻ ഡിസ്റ്റൻസ് ഫോർമുല ബേസ് ചെയ്തിട്ട് ഇവയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. R2B വരെയുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് D is equal to square root of x2 minus 2 ആണ് വരുന്നത്, -2 minus 5 whole square plus y2 minus 5 ആണ്, -5 minus y1 minus 1 whole square equal to square root of -2 -5. എങ്ങനെ ഇവ തമ്മിൽ ആഡ് ചെയ്യാമെന്ന് നോക്കാം, എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. എന്തായി വരും ഇത്? -2 minus of minus, that is plus 5. വൺ നമ്പർ നെഗറ്റീവും മറ്റേ നമ്പർ പോസിറ്റീവും ആയാലും എന്താണ് ചെയ്യാം? ഇവ തമ്മിൽ മൈനസ് ചെയ്യാം. 5 minus 2 is 3 ആണ് വരുന്നത്. ദെൻ ഏതാണോ ഗ്രേറ്റർ നമ്പർ അതിന്റെ സൈൻ ആഡ് ചെയ്യുക. ഇവിടെ പ്ലസ് ആണ്, സോ ഇത് +3 ആണ് വരിക. ദറ്റ് ഈസ് 3 square plus -5 minus of -1 plus 1, so -4 whole square equal to square root of 3 square is 9 plus 16. 4 square is 16. That's equal to square root of 25 equal to 5 unit. 5 into 5, 25. So 5 square root of 25 is 5 ആണ്, 5 unit. Then next BC യുടെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. BC ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് x3 minus x2. സി ഈ ഒരു പോയിന്റ് സിയുടെ കോർഡിനേറ്റ് ആണ് 4 minus 12. സോ x3 minus x2 ആണ് വരുന്നത്. x3 ഇവിടെ 4 ആണ്, 4 minus 2 whole square plus -12. y3 is -12 minus y2 minus 5 whole square. That's equal to square root of 4 minus of minus is plus, that is 6. 4 plus 2 is 6 whole 6 square plus -12 minus of minus is plus, so therefore -12 plus 5. -12 plus 5 is 7 ആണ്. -12 ആണ് ഇവിടെ വലിയ നമ്പർ, അതുകൊണ്ട് തന്നെ മൈനസ് ആണ് വരുന്നത്. സോ -7 whole square equal to 6 square is 36 plus -7 into -7, that is 49 equal to square root of 85. 85ന് കറക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ല, സോ അതുകൊണ്ട് 85 വരെ, സ്ക്വയർ റൂട്ട് ഓഫ് 85 വരെ മതി. ദെൻ നെക്സ്റ്റ് R2 C വരെയുള്ള പോയിന്റിന്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. R2 C വരെയുള്ള പോയിന്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. RC distance is equal to square root of x3 minus x1. C എന്തായിട്ട് എടുക്കാം? x3 y3 ആയിട്ട് എടുക്കാം. അപ്പോൾ x3 minus x1 ആണ് വരിക. R x1, y1 ആണ്. സോ 4 minus 5 whole square plus -12. y3 -12 ആണ്, -1 whole square equal to square root of
4 minus of minus plus 4 plus 5 is 9 square plus minus 12 minus of minus 1 plus 1. Therefore minus 12 plus 1 is minus 11 whole square equal to square root of 9 square is 81 plus 11 minus 11 square 121. That's equal to square root of 2 and 10 to 202 ആണ് വരുന്നത്. ഇതിനും ഒരു പെർഫെക്റ്റ് സ്ക്വയർ കറക്റ്റ് സ്ക്വയർ റൂട്ട് കിട്ടില്ല. സോ ഇവിടെ വരെ എഴുതിയിട്ട് ക്ലോസ് ചെയ്യാം. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ആർ ബി പ്ലസ് ബി സി ഈക്വൽ ടു ആർ സി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണോ? ഇവിടെ ആർ ബി ആയിട്ട് വരുന്നത് 5 ആണ്. 5 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 85 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 202 ആണ് വരുന്നത്. ഇപ്പൊ ഈക്വൽ ആണോ? ഈക്വൽ ആയിരിക്കില്ല. കാരണം ഇത് സ്ക്വയർ റൂട്ട് 85 പ്ലസ് 85ഉം അതുപോലെ തന്നെ 202 ഇത് സ്ക്വയർ റൂട്ട് ഈക്വൽ അല്ല. സോ അതുകൊണ്ട് ആർ ബി പ്ലസ് ബി സി ഈസ് RB plus BC is not equal to RC. Therefore, ഈ 3 പോയിന്റ്സും എന്താ അല്ല സെയും സ്ട്രെയിറ്റ് ലൈനിലല്ല, അവ കൊലീനിയർ അല്ല. സോ ദെൻ എന്തുകൂടെ കണ്ടുപിടിക്കണം? ഒരു ഗ്രാഫ് പേപ്പറിൽ ഈ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ദെൻ അവ സ്ട്രെയിറ്റ് ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈ 3 പോയിന്റ്സും ഒരു ഗ്രാഫ് പേപ്പറിൽ അടയാളപ്പെടുത്തി നോക്കാം. ആർ എന്നുള്ള പോയിന്റ് -5 -1 ആണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. -5 എക്സ് കോർഡിനേറ്റ് -5, ദെൻ വൈ കോർഡിനേറ്റ് ഏതാണ് വരുന്നത്? -1 ആണ്. -5 എക്സ് കോർഡിനേറ്റും ദെൻ നെക്സ്റ്റ് ഈ പോയിന്റ്സ് എങ്ങനെ നെക്സ്റ്റ് ഈ പോയിന്റ്സ് ഒരു ഗ്രാഫ് പേപ്പറിലേക്ക് മാർക്ക് ചെയ്യാം. ഇവ സ്ട്രെയിറ്റ് ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാം. -5ഉം -1ഉം ആണ് ആറിന്റെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏത് തേർഡ് ക്വാഡ്രന്റിലായിരിക്കും ഇവ വരിക? -5 എക്സ് കോർഡിനേറ്റ് -5ഉം വൈ കോർഡിനേറ്റ് -1ഉമാണ്. എക്സ് കോർഡിനേറ്റ് -5 ആൻഡ് വൈ കോർഡിനേറ്റ് -1. ഈ ഒരു പോയിന്റ് ആണ് വരുന്നത് ആർ എന്നുള്ള പോയിന്റ്. ദെൻ നെക്സ്റ്റ് ബി ആണ്. ബി -2 -5 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -2ഉം വൈ കോർഡിനേറ്റ് -5ഉമാണ് ഈ ഒരു പോയിന്റ്. ദെൻ നെക്സ്റ്റ് സി 4ഉം -12ഉമാണ്. 4ഉം -12ഉമാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. എക്സ് കോർഡിനേറ്റ് 4 ആണ്. ഈ ഒരു ലൈനിലാണ് വരിക. ദെൻ വൈ കോർഡിനേറ്റ് ഏതായിരിക്കും? -12. ഈ ഒരു ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ്. ദാറ്റ് ഈസ് 4 -12 സി. ഈ ഒരു പോയിന്റ് ആണ് സി. ഇവ സ്ട്രെയിറ്റ് ലൈനിലാണോ വരുന്നത് എന്ന് നമുക്ക് വരച്ച് നോക്കാം. സ്ട്രെയിറ്റ് ലൈനിലാണോ എന്ന് വരക്കുക. ആർ ബി ആൻഡ് സി. സിയിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സി എന്നുള്ള പോയിന്റിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല.
ഇതാണ് കറക്റ്റ് പൊസിഷൻ, കറക്റ്റ് ലൈനായിട്ട് വരുന്നത്, സ്ട്രേറ്റ് ലൈനായിട്ട് വരുന്നത്. ഇവിടെ നിന്നാണ് ആർ ബി സി ടച്ച് ചെയ്യുന്നില്ല. സോ ഈ ഒരു സ്ട്രേറ്റ് ലൈനിൽ ആറും ബിയും മാത്രമേ 2 പോയിന്റ്സേ വരുന്നുള്ളൂ. സി എന്നുള്ള പോയിന്റ്സ് ഈ ഒരു സ്ട്രേറ്റ് ലൈനിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവ എന്തെല്ലാം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എന്തെല്ലാം ഇവ സെയിം സ്ട്രേറ്റ് ലൈനിൽ അല്ല വരുന്നത് എന്ന് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ തന്നെ കിട്ടി. ദെൻ പ്ലോട്ട് ചെയ്യുമ്പോൾ അത് ഇത് വരക്കുമ്പോഴും നമ്മൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവ സെയിം സ്ട്രേറ്റ് ലൈനിലല്ല എന്നുള്ളത്. സോ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 8. Using the origin as one vertex, plot the vertices of first one right-angled isosceles triangle and the second one an isosceles triangle with one vertex third quadrant and another one quadrant 4. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഒന്ന് റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ആൻഡ് സെക്കൻഡ് വൺ ഐസോസിലസ് ട്രയാങ്കിൾ. ഇവിടെ ഐസോസിലസ് ട്രയാങ്കിൾ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്? അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഐസോസിലസ് ട്രയാങ്കിൾ മീൻസ് ടു സൈഡ് എന്തായിരിക്കും, ടു സൈഡ്സ് എന്തായിട്ടായിരിക്കും വരുന്നത്? ടു സൈഡ്സ് ഈക്വൽ ആണ്. ടു സൈഡ്സിന്റെയും ലെങ്ത് ഈക്വൽ ആണ്. അതാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടു സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇവിടെ എ ബി സി എന്ന് 3 വേർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ എ ബി ഇസ് ഈക്വൽ ടു എ സി, ദെൻ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി. അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ എയിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് ബേസിലേക്ക് വരയ്ക്കുന്ന, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ബി സി എന്നുള്ള ആ ബേസിനെ അത് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഈക്വൽ ലെങ്ത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇവ ബിയിൽ നിന്നും ഇത് ഒ എന്ന് ഡിനോട്ട് ചെയ്യാമെങ്കിൽ ബി ഒ ഈക്വൽ ടു എന്തായിരിക്കും? ഒ സി ആയിരിക്കും. ഇതൊക്കെയാണ് ഐസോലേറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൺ വേർട്ടെക്സ് എന്തായിരിക്കും? വൺ വേർട്ടെക്സ് റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള കണ്ടീഷൻ ഏതിന് ഈക്വൽ ആയിരിക്കും? ഐസോസിലസ് ട്രയാങ്കിളിന് ഈക്വലുമായിരിക്കും. ഇവിടെ എ ബി സി എന്ന 3 വേർട്ടെക്സും ഇപ്പോൾ എ ബിയിൽ നിന്ന് എ ബിക്ക് ഏത് ഈക്വൽ ആയിരിക്കും? എ ബി എന്നുള്ള സൈഡിന് ബി സി എന്ന സൈഡ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ബി എന്തായിരിക്കും? ആംഗിൾ ബി ഒരു റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതായത് 90 ഡിഗ്രി ആയിരിക്കും. ഇത്രയുമാണ് റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഈ ഒരു ഗ്രാഫിൽ എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്? ഒറിജിൻ 1 വെർട്ടെക്സ് ആയിട്ട് എടുക്കുക. ഒറിജിൻ ഒയെ നമ്മൾക്ക് 1 വെർട്ടെക്സ് ആയിട്ട് എടുക്കാം. ദെൻ ഇവിടുന്ന് വരയ്ക്കുന്ന 2 വെർട്ടെക്സിലേക്കും വരയ്ക്കുന്ന സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് എടുക്കാം നമ്മൾക്ക്. അങ്ങനെയെങ്കിൽ 0 to 5 അതുപോലെ തന്നെ O മുതൽ 5 വരെയും, അതുപോലെ O എന്നുള്ള പോയിന്റിൽ നിന്നും 5 എന്നുള്ള യൂണിറ്റ് വരെയും വെർട്ടെക്സ് എടുക്കാം. ഇത് O എ, ദെൻ ഈ ഒരു വെർട്ടെക്സ് ബി ആയിട്ടും എടുക്കാം. ദെൻ ഇവ തമ്മിൽ യോജിപ്പിക്കാം. ബിയിൽ നിന്നും ഒയിലേക്കും, അതുപോലെ ഒയിൽ നിന്നും എയിലേക്ക്, എ എന്നുള്ള വെർട്ടെക്സിലേക്കും വരയ്ക്കാം. ദെൻ ബിയും ഒയുമായിട്ട് കണക്ട് ചെയ്യാം. ദെൻ ഒ എ എന്നുള്ള സൈഡും ഏതിന് ഈക്വൽ ആണ്? ഒ എ എന്നുള്ള സൈഡ്
ഒ എന്നുള്ള സൈഡിന്റെ ലെങ്ത് ഏതാണ് വരുന്നത് 5 യൂണിറ്റ് ആണ്. അതുപോലെ ഒ ബി എന്നുള്ള സൈഡിന്റെ ലെങ്ത്തും 5 യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 സൈഡും ഈക്വൽ ആണ്. ദെൻ ഒ നമ്മൾക്കറിയാം ഈ ഒരു ഇത് റൈറ്റ് 90 ഡിഗ്രി ആയിട്ടാണ് ഈ ഒരു ഗ്രാഫ് കട്ട് ചെയ്യുന്നത്. ഫോർ പാർട്ട് കിട്ടും, ഈക്വൽ പാർട്ട്. അതുപോലെ തന്നെ ഈ അപ്പോൾ ഒറിജിൻ എന്തായിട്ടാണ് വരുന്നത് 90 ഡിഗ്രി ആയിട്ടാണ് വരുന്നത്, റൈറ്റ് ആംഗിൾ ആയിട്ടാണ് വരുന്നത്. സോ ഒറിജിൻ 90 ഡിഗ്രി. ദെൻ ടു ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. സോ ഇതെന്താണ് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ ഒ എ ബി എന്നുള്ള ട്രയാങ്കിൾ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ദെൻ ഇതിന്റെ സൈഡിന്റെ ലെങ്ത് അറിയാം, 0 എന്നുള്ള യൂണിറ്റ് മുതൽ 5 വരെയുള്ള യൂണിറ്റും അതുപോലെ 0 മുതൽ ബി വരെയുള്ള യൂണിറ്റുമാണ്. അതുകൊണ്ട് തന്നെ ലെങ്ത് 5ഉം ഇവിടെ ഒ ബി എന്നുള്ള സൈഡിന്റെ ലെങ്ത് 5ഉമാണ്. Second question, an isosceles triangle with one vertex, quadrant 3rd and other is quadrant 4. ഒറിജിനെ 1 വെർട്ടെക്സ് ആയിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറിജിൻ 0 0 എന്നുള്ള കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഒറിജിനെ 1 വെർട്ടെക്സ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത 2 വെർട്ടെക്സ് ആയിട്ട് വരുന്നത് 3rd ക്വാഡ്രന്റിലും 4th ക്വാഡ്രന്റിലുമാണ്. ദെൻ ഒറിജിൻ ഓയിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക്, അതായത് കോർഡിനേറ്റ് -4 -3 -4 എന്നുള്ള കോർഡിനേറ്റ് വരുന്ന പോയിന്റിലേക്കും ഈ 4th ക്വാഡ്രന്റിലേത് 3 -4 എന്നുള്ള കോർഡിനേറ്റ് വരുന്ന പോയിന്റിലേക്കുമാണ് വരച്ചിട്ടുള്ളത്. ദെൻ 3rd സൈഡ് ഇവ തമ്മിൽ യോജിപ്പിക്കുക. ദെൻ ഒ പി ആൻഡ് Q. ഇപ്പോൾ 3 വെർട്ടെക്സ് ആണ് ഒ പി ആൻഡ് Q. ഇവിടെ പി എന്നുള്ള കോർഡിനേറ്റ്സ് വരുന്നത് -3, എക്സ് കോർഡിനേറ്റ് -3ഉം വൈ കോർഡിനേറ്റ് -4ഉം അതുപോലെ Q എക്സ് കോർഡിനേറ്റ് 3 വൈ കോർഡിനേറ്റ് 4ഉമാണ് വരുന്നത്. ഇവ ഒ എന്നുള്ള ഒറിജിനിൽ നിന്നും ഒ എന്നുള്ള വെർട്ടെക്സിൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഈ പി ക്യൂവിനെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ക്യൂ ഈക്വൽ ആയിട്ട് പി ക്യൂവിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്നും വൈ ആക്സിസിൽ നിന്നും ക്യൂവിലേക്ക് 3 യൂണിറ്റും അതുപോലെ തന്നെ വൈ ആക്സിസിൽ നിന്ന് പിയിലേക്കും 3 യൂണിറ്റ് ആണ് വരുന്നത്. അതായത് ഐസോസിലസ് ട്രയാങ്കിളിന്റെ 1 പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾക്ക് ഇത് ചെക്ക് ചെയ്യാണ്ട് തന്നെ മനസ്സിലാവും ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് എന്നുള്ളത്, കാരണം ഇവയുടെ കോർഡിനേറ്റ്സ് നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ്. ദെൻ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യാം. പി ഒ എന്നുള്ള സൈഡും QO എന്നുള്ള സൈഡും ഈക്വൽ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് നോക്കാം. -3 x2 -3 ആയിട്ട് എടുക്കാം. അതുപോലെ x2 y2 x1 y1. ഇപ്പോഴെങ്ങനെ വരും, -3 -0 ഹോൾ സ്ക്വയർ പ്ലസ് -4 -0 whole square, that is 3 square -3 square plus -4 square equal to square root of 9 plus 16 equal to square root of 25 equal to 5 യൂണിറ്റ് ആണ് ഇതിന്റെ ഡിസ്റ്റൻസ് വരുന്നത്. PO എന്നുള്ളത് 5 യൂണിറ്റ് ആണ് വരുന്നത്, ഡിസ്റ്റൻസ് 5 യൂണിറ്റ് ആണ്. ദെൻ OQ എന്നുള്ള അതിന്റെ ഡിസ്റ്റൻസ് നോക്കാം. OQ എന്നുള്ള സൈഡിന്റെ ഡിസ്റ്റൻസും ചെക്ക് ചെയ്ത് നോക്കാം. OQ സ്ക്വയർ റൂട്ട് ഓഫ് 3 - x കോർഡിനേറ്റ് 3ഉം
അപ്പോൾ 3 minus 0 whole square plus minus 4 minus 0 whole square equal to square root of 3 square plus minus 4 square. ഇതും സെയിം തന്നെയാണ് വരുന്നത്. 3 square is 9 and minus 4 16, that is square root of 25 equal to 5 unit. അപ്പോൾ ഒ പി എന്നുള്ളതും അതുപോലെ തന്നെ ഒ ക്യൂ എന്നുള്ള സൈഡിൻ്റെയും യൂണിറ്റ് 5 യൂണിറ്റ് ആണ് വരുന്നത്. ഈക്വൽ ആയിട്ടാണ്, 2 സൈഡും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഓയിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് ബേസിലേക്ക് വരയ്ക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ പി ക്യൂ എന്നുള്ള സൈഡിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഈ ഒരു ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇതേ രീതിയിൽ നമ്മൾക്കിത് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റിലേക്കും വരയ്ക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടും. ആ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐസോസിലസ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഇത്രയുമാണ് ഇതിൽ പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രിപ്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.